നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ രൂപയുടെ മൂല്യം വീണ്ടും കൂപ്പുകുത്തിയതോടെ ഗൾഫ് കറൻസികളുടെ വിനിമയ മൂല്യം ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലയിലെത്തി. സ്വർണ്ണവിലയും കുത്തനെ താഴുന്നു. കഴിഞ്ഞ 3 ദിവസത്തിനിടെ സ്വർണം പവന് 960 രൂപ കുറഞ്ഞു. ഇന്നലെ ഗ്രാമിന് 25 രൂപയും പവന് 200 രൂപയും കുറഞ്ഞതോടെ 1 ഗ്രാം സ്വർണത്തിന് 4665 രൂപയും പവന് 37,320 രൂപയുമായി. രൂപയ്ക്കും സ്വർണത്തിനും വില ഇടിയാൻ കാരണം ഡോളറിന്റെ മൂല്യം ഉയരുന്നതാണ്. എണ്ണവില ഉയരുന്നതും US ഫെഡറൽ റിസർവ് പലിശ നിരക്ക് ഉയർത്തുന്നതുമാണ് രൂപയുടെ മൂല്യമിടിയാൻ പ്രധാന കാരണം. വരും ദിവസങ്ങളിലും രൂപയുടെ മൂല്യം ഇടിയും എന്ന് തന്നെയാണ് ധനകാര്യ വിദഗ്ധർ വിലയിരുത്തുന്നത്. രൂപയുടെ വിനിമയ നിരക്ക് പിടിച്ചു നിർത്താൻ RBI വായ്പാ പലിശ നിരക്കുകൾ ഉയർത്തിയെങ്കിലും വിദേശ കറൻസി സംഭരണിയിൽ കുറവ് വന്നത് മാത്രം മിച്ചം. ഇങ്ങനെ പോയാൽ കുത്തുപാള എടുക്കേണ്ടി വരുമെന്ന് വിപണി നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത്. രൂപയുടെ മൂല്യം തിരിച്ചുപിടിക്കേണ്ടത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഉത്തരവാദിത്തമാണ്. ഈ വർഷം രൂപയുടെ മൂല്യത്തിൽ 11% ഇടിവാണ് ഇതുവരെ ഉണ്ടായിരിക്കുന്നത്. നിലവിലെ പ്രതിസന്ധി മറികടക്കാൻ RBI ചെയ്തത് കൈവശമുള്ള ഡോളർ വിൽപ്പന നടത്തുക എന്നതായിരുന്നു. എന്നാൽ ഇതാകട്ടെ ഇന്ത്യയുടെ വിദേശ നാണയ കരുതൽ ശേഖരത്തിൽ വലിയ കുറവുണ്ടാക്കി. 2 വർഷത്തെ ഏറ്റവും താഴ്ന്ന നിരക്കിലാണ് ഇന്ത്യയുടെ വിദേശ നാണയ കരുതൽ ധനം. അതേസമയം അമേരിക്കൻ കേന്ദ്ര ബാങ്കിന്റെ നടപടികൾ ഡോളറിന്റെ ശക്തി പകരുകയും ചെയ്തു. എന്നാൽ കോളടിച്ചത് പ്രവാസികൾക്കാണ്. അവരാകട്ടെ ഈ അവസരം നന്നായി മുതലെടുക്കുന്നുമുണ്ട്. നരേന്ദ്രമോദി സർക്കാരിന്റെ അച്ഛാദിൻ വാഗ്ദാനത്തിൽ ഫലം കിട്ടിയത് പ്രവാസികൾക്കാണ്. കുവൈത്ത് ദിനാറും ഒമാൻ റിയാലുമെല്ലാം പിടിവിട്ടിരിക്കുന്നു. സൗദി UAE കറൻസികളെല്ലാം 22-ലെത്തി. ഒരു UAE ദിർഹത്തിന് 22 രൂപ 43 പൈസ എന്ന നിലയിലാണ് മൂല്യം. സൗദി റിയാലിന് 21.91 രൂപയും ഖത്തർ റിയാലിന് 22.63 രൂപയുമാണ്. ബഹ്റൈൻ ദിനാറിന് 218.32 രൂപയാണ്. കുവൈത്ത് ദിനാറിന് 265 രൂപ 39 പൈസയാണ് മൂല്യം. ഒമാൻ റിയാലിന് 213.95 രൂപയാണ് ഇന്നത്തെ മൂല്യം. ചുരുക്കി പറഞ്ഞാൽ പ്രവാസികൾക്കാണ് ഈ അവസരം ഏറ്റവും മികച്ചതായിട്ടുള്ളത്. അവർക്ക് നാട്ടിലേക്ക് പണം കൂടുതൽ അയച്ച് അവസരം ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നതാണ്. അമേരിക്കൻ ഡോളറിലാണ് ലോകത്തെ ഇടപാടുകളെല്ലാം. അതുകൊണ്ട് തന്നെ ഡോളറിന്റെ മൂല്യത്തിലുണ്ടാകുന്ന മാറ്റം ഇന്ത്യൻ രൂപയെയും ബാധിക്കും. പ്രാദേശിക കറൻസികളിൽ ഇടപാട് നടത്തണമെന്ന ആവശ്യം ചില രാജ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അത്തരത്തിൽ ഇടപാട് നടത്താറുമുണ്ട്. ഒരു ഡോളറിന്റെ മൂല്യം 82 കടന്നത് ചരിത്ര സംഭവമാണ്. ഇന്ത്യൻ രൂപയുടെ മൂല്യം ശോഷിച്ചു വരുന്നത് വിദേശ വിപണിയിൽ കനത്ത തിരിച്ചടിയാണ്. ഇന്ത്യയുടെ വ്യാപാര കമ്മി വർദ്ധിക്കാൻ ഇതിടയാക്കും. കാരണം ആവശ്യമുള്ള മിക്ക വസ്തുക്കളും ഇന്ത്യ ഇറക്കുമതി ചെയ്യുകയാണ് ചെയ്യുന്നത്, പ്രത്യേകിച്ചും എണ്ണ ഉൽപാദക രാജ്യങ്ങൾ ഉൽപാദനം കുറയ്ക്കുന്നത് എണ്ണയ്ക്ക് വില വർദ്ധിക്കാൻ ഇടയാക്കും. ഇന്ത്യക്ക് കനത്ത തിരിച്ചടിയാകും ഇത് എന്ന് സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.